ഹലോ, എല്ലാവർക്കും നമസ്കാരം. താലിസ്മൻ IAS അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് സ്കീമുകളുടെ 12ാം ഭാഗമാണ്. ഇന്നും എല്ലാ ക്ലാസ്സിലെയും പോലെ തന്നെ 10 സ്കീംസ് കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫെയിം 2 സ്കീം, സമർത്ഥ് ഉദ്യോഗ് ഭാരത് 4.0 പ്ലാറ്റ്ഫോം, പ്രൊജക്ട് റീഹാബ്, ഇന്ത്യ എക്സ്പോർട്സ് ഇനിഷ്യേറ്റീവ്, സ്പിൻ പ്രോഗ്രാം, പ്രൊജക്ട് ബോൾഡ്, ഹണി മിഷൻ പ്രോഗ്രാം, ജൻ ശിക്ഷൻ സൻസ്ഥൻ, PMKVY 3.0, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയാണ്. ദെൻ സ്വേഡ്സ് ഇനിഷ്യേറ്റീവ്. ഈ 10 സ്കീമുകളുടെയും നോട്ട്സ് താലിസ്മൻ IAS അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ ലഭ്യമാണ്. ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്കീംസ് നോക്കാം. ഫെയിംസ് 2 സ്കീമാണ് ആദ്യത്തെ. ഫെയിംസ് 2 സ്കീം എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. നാഷണൽ മിഷൻ ഓൺ ഇലക്ട്രിക്കൽ മൊബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് നടപ്പിലാക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എൻ്റർപ്രൈസസ് ആണ്. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എൻ്റർപ്രൈസസ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ആണ് ഈ പ്രോഗ്രാമിനോട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു 3 ഇയർ പീരീഡിൽ അവസാനിച്ചു. 2019-20 തൊട്ട് 21-22 വരെയുള്ള കാലഘട്ടത്തിൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. അതിൻ്റെ സെക്കൻഡ് ഫേസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ടു എൻകറേജ് ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ ബൈ ദ വേ ഓഫ് മാർക്കറ്റ് ക്രിയേഷൻ ആൻഡ് ഇൻഡിജനൈസേഷൻ. ഇലക്ട്രിക് വെഹിക്കിൾസ് ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവരും വേഗം അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടിയുള്ള മാർക്കറ്റിന് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമ്മൾ ഇൻഡിജിനസ് ടെക്നോളജി വെച്ചിട്ട് തദ്ദേശീയമായി തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ദ പബ്ലിക് ആൻഡ് ഷെയർഡ് ട്രാൻസ്പോർട്ട്. നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങളാക്കി മാറ്റുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. ദെൻ സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ് വിൽ ബി ഗിവൺ ഫോർ ലോക്കൽ മാനുഫാക്ചറിങ് ഓഫ് ക്രിട്ടിക്കൽ കമ്പോണൻസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്, എസ്പെഷ്യലി ദ ലിഥിയം അയൺ ബാറ്ററീസ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന ബാറ്ററീസ് എന്ത് ബാറ്ററിയാണ്? ലിഥിയം അയൺ ബാറ്ററിയാണ്. ഈ ബാറ്ററീസൊക്കെ ഇവിടെ ലോക്കലി തന്നെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ് ആ മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്ന ഒരു പദ്ധതി ഫെയിംസ് 2 സ്കീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇൻഡിജനൈസേഷൻ ആണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു ലോങ് ട്രാവൽ പോകുമ്പോൾ ലോങ് ഡ്യൂറേഷൻ ഓഫ് ജേണിയിൽ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരും. പെട്രോൾ തീർന്ന് നമുക്ക് പെട്രോൾ അടിക്കണമല്ലോ. അതിൽ പെട്രോൾ പമ്പ് പോലെ തന്നെ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് വേണം. അപ്പോൾ ചാർജ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. ദെൻ ഓഫറിങ് ഇൻസെൻറ്റീവ്സ് ടു ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ സെറ്റിംഗ് അപ്പ് എ ചാർജിങ് നെറ്റ്വർക്ക്. ഇനി ഈ ചാർജിങ് നെറ്റ്വർക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള മാനുഫാക്ചേഴ്സിന് അവർക്കും ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ ബാറ്ററി മാനുഫാക്ചറിങ് രംഗത്തിലേക്ക് വരുന്ന ലോക്കലായിട്ടുള്ള ആളുകൾക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു. ദെൻ ചാർജിങ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കും നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 30% ഇലക്ട്രിക് വെഹിക്കിൾസ് ബൈ 2030. 2030 ആകുമ്പോഴേക്കും ഇപ്പോൾ ഉള്ളതിനേക്കാളും 30% ഇലക്ട്രിക് വെഹിക്കിൾസ് കൂട്ടണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഫേസ് 1 പറഞ്ഞുകൊണ്ടിരുന്നത് 2030 ആകുമ്പോഴേക്കും 100% ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. അപ്പോൾ അത് അത്ര നടപ്പിലാവില്ല. അതുകൊണ്ട് ഒരു 30% ഇപ്പോൾ ഉള്ളതിൻ്റെ ലഭ്യത നമുക്ക് കൂട്ടണം. അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആവണം, ആളുകൾക്ക് ഇത് വാങ്ങിക്കണം, അഫോർഡബിൾ ആവണം, ഇപ്പോഴുള്ള വാഹനങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് വരണം, ചാർജിങ് സ്റ്റേഷൻസ് ആൻഡ് ഇൻഫ്ര എല്ലാം ഡെവലപ്പ് ചെയ്ത് വരണം. അപ്പോൾ ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പോൾ ഒരു 30% കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ റീസെൻ്റ്ലി ഗവൺമെൻറ് ഡിസൈഡഡ് ടു ഇൻക്രീസ് സബ്സിഡി ഫോർ ഇലക്ട്രിക് 2-വീലർ ബൈ 50% അണ്ടർ ദ ഫെയിം 2 സ്കീം. അപ്പോൾ സബ്സിഡി ഉണ്ട്. ഇലക്ട്രിക് 2-വീലർ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 50% സബ്സിഡിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ദെൻ ഇൻ ദ ലേറ്റസ്റ്റ് മോഡിഫിക്കേഷൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഓൾസോ ക്യാപ്ഡ് ഇൻസെൻറ്റീവ്സ് ഫോർ ഇലക്ട്രിക് 2-വീലേഴ്സ് at 40% of the cost of vehicle up to 20% earlier. അപ്പോൾ ആദ്യം 20% ഉണ്ടായിരുന്ന ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് 2-വീലേഴ്സിന് ഇപ്പോൾ ഇത് 40% മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കോസ്റ്റിൻ്റെ. അപ്പോൾ അങ്ങനെ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് മുൻപ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സബ്സിഡി എന്ന് പറയുന്നത് 50% കൂട്ടിയിട്ടുണ്ട്. ആ സബ്സിഡി എന്ന് പറയുന്നത് ആദ്യം 10,000 രൂപയായിരുന്നു, ഇപ്പോൾ 15,000 ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫെയിം 2 സ്കീമായിട്ട് ബന്ധപ്പെട്ടത്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾക്ക് ഓർത്ത് വയ്ക്കാം. ചാർജിങ് സ്റ്റേഷൻസ് ഡെവലപ്പ് ചെയ്യാം, അതുപോലെ ബാറ്ററീസ് ലോക്കലി നമ്മൾ ചെയ്യാം, ഇൻഡിജനൈസേഷൻ കൊണ്ടുവരും. ഈ മേഖലയിൽ 2030 ആകുമ്പോഴേക്കും ഇപ്പോൾ ഉള്ളതിന് 30% കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ടുവരാം. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ. ഓക്കെ. ദെൻ
സമർത്ഥ് ഉദ്യോഗ് ഭാരത് 4.0 പ്ലാറ്റ്ഫോം. സമർത്ഥ് ഉദ്യോഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. സ്മാർട്ട് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ആൻഡ് റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ ഹബ്ബാണ്. എന്താണ് സ്മാർട്ട് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ആൻഡ് റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ ഹബ് ഉദ്യോഗ് ഭാരത് 4.0 ഇത് ഇൻഡസ്ട്രി 4.0 ഇനിഷ്യേറ്റീവ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെവി ഇൻഡസ്ട്രി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിലുള്ള കോമ്പറ്റീഷൻസ് കൂട്ടാം, അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിലുള്ള ടെക്നോളജി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2014 ഇതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആദ്യമായിട്ട് വരുന്നത്. ഇനി ഇത് ഈ ഒരു സ്കീം ന്യൂസിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ വർഷമായിട്ട് നമ്മുടെ സെൻട്രൽ മാനുഫാക്ചറിങ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ അവർ ഈ സമർത്ഥ് ഉദ്യോഗ് ഭാരത് 4.0 പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ ഒരു വെബിനാർ നടത്തുകയുണ്ടായി. ഓക്കെ, അങ്ങനൊരു വെബിനാർ നടത്തിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കുറച്ചൊരു 6 ടെക്നോളജി ഇന്നോവേഷൻ പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്ത് വരാണ്. അപ്പോൾ ഇതിനൊരു 6 ടെക്നോളജി ഇന്നോവേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്കറിയാം ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ സമർത്ഥ് ഉദ്യോഗ് 4.0 പ്ലാറ്റ്ഫോം. 4.0 വെച്ചാൽ 4th സ്റ്റേജാണ്. ഇത് ഓൾറെഡി നമുക്ക് തുടങ്ങിയിട്ടുള്ളതാണ് നേരത്തെ തന്നെ. അപ്പോൾ 6 തരത്തിലുള്ള ആ ടെക്നോളജി ഇന്നോവേഷൻ പ്ലാറ്റ്ഫോം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ദൃഷ്ടിയാണ്. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ മാനുഫാക്ചറിങ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരാണ്. അവർ ഫോക്കസ് ചെയ്യുന്നത് മെഷീൻ ടൂൾ സെക്ടറാണ്. മെഷീൻ ടൂൾ സെക്ടർ. ദെൻ സാൻരചന എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് കൊണ്ടുവരുന്നത് ബെല്ലാണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ്. ബെല്ല് ഫോക്കസ് ചെയ്ത് റിന്യൂവബിൾ എനർജി ആൻഡ് പവർ ഇലക്ട്രോണിക് സെക്ടറാണ്. റിന്യൂവബിൾ എനർജി ആൻഡ് പവർ ഇലക്ട്രോണിക് സെക്ടർ. ദെൻ കൈറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. കൈറ്റ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് IIT മദ്രാസ് ആണ്. കൈറ്റ് എന്ന് പറഞ്ഞാൽ നോളജ് ഇൻ്റഗ്രേഷൻ ഫോർ ടെക്നോളജി എൻറിച്ച്മെൻ്റ് ആണ്. എന്താണ് നോളജ് ഇൻ്റഗ്രേഷൻ ഫോർ ടെക്നോളജി എൻറിച്ച്മെൻ്റ് ആണ്. അവർ ഫോക്കസ് ചെയ്യുന്നത് വെർച്വൽ റിയാലിറ്റി, ഓട്ടോമേഷൻ, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ടെക്നോളജീസ് ആൻഡ് റോബോട്ടിക്സ്. ഓക്കെ, ദെൻ അടുത്തതാണ് ആസ്പെയർ പ്ലാറ്റ്ഫോം. ആസ്പെയർ എന്ന് പറഞ്ഞാൽ ഓട്ടോമോട്ടീവ് സൊല്യൂഷൻസ് പോർട്ടൽ ഫോർ ഇൻഡസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. എന്താണ് ഓട്ടോമോട്ടീവ് സൊല്യൂഷൻസ് പോർട്ടൽ ഫോർ ഇൻഡസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓട്ടോമോട്ടീവ് ടെക്നോളജിയാണ്. അവർ ഫോക്കസ് ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് ടെക്നോളജിയാണ്. ആസ്പെയർ പ്ലാറ്റ്ഫോമിലൂടെ ഓട്ടോമോട്ടീവ് ടെക്നോളജിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ടെക്നോവൂസ് ആണ് അടുത്തത്. ടെക്നോവൂസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ്. അവർ ഫോക്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ മൊബിലിറ്റിയാണ്. 6th വൺ എന്ന് പറയുന്നത് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരുന്നത് HMT ആണ് ഇൻ അസോസിയേഷൻ വിത്ത് IISc ബാംഗ്ലൂർ. അവർ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഇമ്പോർട്ട് റിഡക്ഷൻ ഇൻ മെഷീൻ ടൂൾ സെക്ടർ. അതുകൊണ്ട് ആദ്യം തന്നെ ദൃഷ്ടി എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്ത് മെഷീൻ ടൂൾ സെക്ടറിലാണ്. ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് മെഷീൻ ടൂൾ സെക്ടറിലുള്ള ഇമ്പോർട്ട് കുറയ്ക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സമർത്ഥ് ഉദ്യോഗ് പ്ലാറ്റ്ഫോമിൻ്റെ കീഴിലുള്ള 6 ടെക്നോളജി ഇന്നോവേഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ദെൻ പ്രൊജക്ട് റീഹാബ് ആണ്. പ്രൊജക്ട് റീഹാബ് കൊണ്ടുവന്നിരിക്കുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ്. നാഷണൽ ഹണി മിഷൻ്റെ കീഴിലുള്ളതാണ്. അതിൻ്റെ ഒരു സബ്മിഷനാണ്. അപ്പോൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്താണ് ഈ പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ചെയ്തതെന്ന് വെച്ചാൽ സദേൺ കർണാടകയിൽ അവിടെ എലഫൻസിൻ്റെ ശല്യമുള്ള ഹാബിറ്റേഷൻ ഏരിയകളിൽ അവിടെ ആ എലഫൻസിന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ബോക്സസ് സ്ഥാപിച്ചേക്കാണ്. അപ്പോൾ ബി ബോക്സസ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടുണ്ട് കാര്യം. ഒന്ന് നമുക്ക് എലഫൻസിൻ്റെ ഹ്യൂമൻ ഹാബിറ്റേഷനിലേക്ക് വരുന്ന എലഫൻസിനെ ബ്ലോക്ക് ചെയ്യാന്നുള്ളതും, 2 നാഷണൽ ഹണി മിഷൻ്റെ ഭാഗമായിട്ട് ഈ ബി ബോക്സസ് സ്ഥാപിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ നമുക്ക് എപ്പിക്കൾച്ചർ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ഹണി കളക്ഷൻ കൂട്ടാനൊക്കെ അതിന് കാരണമാകും. അപ്പോൾ 2 കാര്യം അങ്ങനെയാണ് പ്രൊജക്ട് റീഹാബ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യ എക്സ്പോർട്സ് ഇനിഷ്യേറ്റീവ് ആണ്. ഇന്ത്യ എക്സ്പോർട്സ് ഇനിഷ്യേറ്റീവ്സ് പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ഇന്ത്യ SME ഫോറം, അതായത് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. അവരാണ് SME ഫോറമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ ഒരു ലാർജസ്റ്റ് ഇനീഷ്യേറ്റീവാണ്. സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഒരു ലാർജസ്റ്റ് ഇനീഷ്യേറ്റീവാണ്. മിനിസ്ട്രി ഓഫ് MSME ആണ് ഇതിൻ്റെ കൂടെയുള്ളത്. ഇതിൻ്റെ കൂടെയുള്ള മറ്റുള്ള ആൾക്കാരെന്ന് വെച്ചാൽ സപ്പോർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ബാങ്ക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ബോഡീസ് ഉണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് MSME ഉണ്ട്, അതിൻ്റെ കൂടെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്, കോർപ്പറേറ്റ് ബോഡീസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള ആക്റ്റീവ് എക്സ്പോർട്ടേഴ്സിൻ്റെ എണ്ണം ഒരു 70,000 ആക്കാം. അതായത് ഡബിൾ ദ നമ്പർ ഓഫ് കറണ്ട് ആക്റ്റീവ് എക്സ്പോർട്ടേഴ്സ് to 70,000 ബൈ ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2022. ഇപ്പോഴുള്ള എക്സ്പോർട്ടേഴ്സ് ഡബിൾ ആക്കുക എന്ന് വെച്ചാൽ അത് 70,000 എത്തിക്കുക എന്നുള്ളതാണ്. ദെൻ എയിമിംഗ് ടു ഇൻക്രീസ് MSME എക്സ്പോർട്സ് ബൈ 50% in
2022. ഇപ്പോൾ 50% MSME എക്സ്പോർട്ട് 2022 നമുക്ക് കൂട്ടാന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MSME എക്സ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇന്ത്യ എക്സ്പോർട്ട് ഇനിഷ്യേറ്റീവിൽ കൂടുതലായിട്ടും അതിൽ ലക്ഷ്യമിടുന്നത് MSME, അതായത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിലെ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഗുഡ്സ് എക്സ്പോർട്ട് കൂട്ടാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. It features an info portal which will serve as a knowledge base for exports by Indian MSMEs with the required information related to export potential markets as well as trends in export etc. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിൽ നിന്ന് അതിൽ ഒരു വലിയൊരു നോളജ് ബേസ് കൊടുക്കുന്ന ഒരു പോർട്ടലാണ്. ആ പോർട്ടലിൽ MSME ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസ്, അതായത് എക്സ്പോർട്ടിനെ കുറിച്ചിട്ട്, മാർക്കറ്റിനെ കുറിച്ചിട്ട്, എക്സ്പോർട്ട് ട്രെൻഡിനെ കുറിച്ചിട്ടെല്ലാം അവൈലബിൾ ആകുന്നൊരു ഇൻഫർമേഷൻ പോർട്ടലും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യ എക്സ്പോർട്ട് ഇനിഷ്യേറ്റീവ്, മിനിസ്ട്രി ഓഫ് MSME ഉണ്ട്, സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഫോറം ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, കോർപ്പറേറ്റ് ബോഡീസ് ഒക്കെ അസോസിയേറ്റഡ് ആണ്. നമുക്ക് MSME പ്രൊഡക്റ്റിൻ്റെ എക്സ്പോർട്ട്സ് കൂട്ടാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ദെൻ സ്പിൻ സ്കീമാണ്. സ്പിൻ സ്കീം എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തനിങ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇന്ത്യ സ്കീം. സ്ട്രെങ്തനിങ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇന്ത്യ സ്കീം. അപ്പോൾ എന്ത് പൊട്ടൻഷ്യലാണ് കൂട്ടുന്നത്? പോട്ടറി മേക്കേഴ്സിൻ്റെ ഒരു ഉന്നമനമാണ് ഇതിൻ്റെ ലക്ഷ്യമെടുത്ത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗാർഡിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് മിനിസ്ട്രി ഓഫ് MSME. ഗാർഡിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് MSME. അതായത് ഒരു പോട്ടറി ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വാരണാസി ഏരിയയിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പോട്ടേഴ്സിന് ഒരു പോട്ടറി ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്പിൻ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പിൻ സ്കീം എന്ന് പറയുന്നത് ഒരു നോ സബ്സിഡി പ്രോഗ്രാമാണ്. പോട്ടേഴ്സിനെ സെൽഫ് സസ്റ്റൈനബിൾ ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൽ രജിസ്റ്റേർഡ് പോട്ടേഴ്സിൽ ഡയറക്റ്റ് ലോൺസ് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പദ്ധതിയാണിത്. അതായത് പ്രധാനമന്ത്രി ശിശു മുദ്ര യോജന എന്ന പദ്ധതി പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള പോർട്ടേഴ്സിന് ഡയറക്റ്റ് ലോൺ ബാങ്കുകളിൽ നിന്ന് ഈസിലി അവൈലബിൾ ആകുന്ന ഒരു സ്കീമാണ് സ്പിൻ സ്കീം എന്ന് പറയുന്നത്. പിന്നെ KVIC ഇതിൻ്റെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവരിതിൻ്റെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. അതിൽ ആർട്ടിസാൻസിന് ട്രെയിനിങ് കൊടുക്കുന്നു. There will be no financial burden on the exchequer and the loan will be repaid by the porter in easy installment. അപ്പോൾ എക്സ്ചെക്കർ, അതായത് ലോൺ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സിനൊക്കെ ഇതൊരു ബർഡനായി തീരില്ല എന്നാണ് പറയുന്നത്. അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നെ പോർട്ടേഴ്സിന് ലോൺ അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. അതേ രീതിയിൽ ട്രെയിനിങ്ങും മറ്റ് സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് വാരണാസിയിലുള്ള പോർട്ടേഴ്സിനെ ഒന്ന് മുന്നിലോട്ട് കൊണ്ടുവരാൻ അവരുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള സ്കീമാണ് സ്പിൻ സ്കീം. ഓക്കെ, ദെൻ പ്രൊജക്റ്റ് ബോൾഡ് ആണ്. പ്രൊജക്റ്റ് ബോൾഡ് എന്ന് പറഞ്ഞാൽ ബാംബു ഓയസിസ് ഓൺ ലാൻഡ്സ് ഇൻ ഡ്രോട്ട്. അതായത് ഡ്രോട്ടുള്ള സ്ഥലങ്ങളിലുള്ള ലാൻഡിൽ അവിടെ കുറച്ച് പച്ചപ്പ് കൊണ്ടുവരാമെന്നുള്ളതാണ്. അതായത് ബാംബു പ്ലാന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇത് കൊണ്ടുവരാം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗാർഡിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, മിനിസ്ട്രി ഓഫ് MSME. ഇതിനോടകം തന്നെ ഒരു 5000 സാപ്ലിങ്സ് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആസാമിൽ നിന്നുള്ള 2 വെറൈറ്റീസാണ് കൂടുതലായിട്ട് നടുന്നത്. ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ബാംബൂസ ടുൽഡ, ദെൻ ബാംബൂസ പോളിമോർഫ. ബാംബൂസ ടുൽഡ ആൻഡ് ബാംബൂസ പോളിമോർഫ ആസാമിൽ നിന്നുള്ള വെറൈറ്റിയാണ്. അപ്പോൾ രാജസ്ഥാനിൽ 16 ഏക്കർ ആരിഡ് റീജിയണിൽ ഇത് നട്ട് കഴിഞ്ഞു. 5000 സാപ്ലിങ്സ് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ വെറൈറ്റി സെലക്ട് ചെയ്തതെന്നും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഗ്രോസ് വെരി ഫാസ്റ്റ് ആൻഡ് ഇൻ അബൌട്ട് 3 years ടൈം ദേ കുഡ് ബി ഹാർവെസ്റ്റഡ്. 3 വർഷം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് വളരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. എന്താണ് പേര്? ബാംബൂസ ടുൽഡ ആൻഡ് ബാംബൂസ പോളിമോർഫ. ഇന്ത്യയിലുള്ള ഫസ്റ്റ് ഇത്തരത്തിലുള്ളൊരു ആദ്യത്തെ ഒരു പദ്ധതിയാണ് ഈ പ്രൊജക്റ്റ് ബോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡെസർട്ടിഫിക്കേഷനൊക്കെ കുറച്ച് കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇറ്റ് സീക്സ് ടു ക്രിയേറ്റ് ബാംബു ബേസ്ഡ് ഗ്രീൻ പാച്ചസ് ഇൻ ആരിഡ് ആൻഡ് സെമി ആരിഡ് ലാൻഡ് സോൺ. ആരിഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ തരിശായിട്ട് കിടക്കുന്ന മരുഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബാംബു ബേസ്ഡ് ഗ്രീൻ പാച്ചസ് കൊണ്ടുവരാം. നമ്മുടെ ഫോറസ്റ്റ് കവർ കൂട്ടാം. നമ്മുടെ ലേറ്റസ്റ്റ് ഫോറസ്റ്റ് സർവേ അനുസരിച്ചിട്ട് നമുക്കിത് 23% ഇന്ത്യയിലേക്ക് ഫോറസ്റ്റ് കവർ ഉള്ളൂ നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ. നമ്മുടെ ഫോറസ്റ്റ് പോളിസി അനുസരിച്ചിട്ട് നമുക്ക് 33% ഫോറസ്റ്റ് കവർ വരണം. അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് കവറൊക്കെ കുറവാണ്. ഡെസർട്ടിഫിക്കേഷൻ നമുക്ക് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതിനൊക്കെ ഈ പ്രൊജക്റ്റ് ബോൾഡ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി സഹായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹണി മിഷൻ പ്രോഗ്രാമാണ്. ഹണി മിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2017-18 ഗാർഡിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് MSME. ഈ ഹണി മിഷൻ പ്രോഗ്രാമിൽ അവർ ചെയ്യുന്നത് വെച്ചാൽ ബീ കീപ്പിംഗ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക, അതായത് എപ്പിക്കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക. അതോടൊപ്പം ഒരു സെൽഫ് സസ്റ്റൈനിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫാർമേഴ്സിന് കൊടുക്കുക.
ആദിവാസീസ്, അൺഎംപ്ലോയ്ഡ് യൂത്ത്, റൂറൽ ഏരിയകളിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാം ഒരു ട്രെയിനിങ്ങും അല്ലെങ്കിൽ അവർക്കൊരു എംപ്ലോയ്മെൻറ്റും കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ദെൻ ഇതിൻ്റെ 2016 സ്വീറ്റ് റെവല്യൂഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് റെവല്യൂഷൻ വാസ് ലോഞ്ച് ഇൻ 2016 ടു പ്രൊമോട്ട് ബീ കീപ്പിംഗ് ആൻഡ് അസോസിയേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ സ്വീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ബീ കീപ്പിംഗ് ആൻഡ് അസോസിയേറ്റഡ് ആക്ടിവിറ്റീസിനെ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വീറ്റ് റെവല്യൂഷൻ നമ്മുടെ ഗവൺമെൻറ് സ്കീംസിൻ്റെ പാർട്ട് 11 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹണി മിഷൻ പ്രോഗ്രാം ഉണ്ട്, സ്വീറ്റ് റെവല്യൂഷൻ ഉണ്ട്. ഇതിലേക്ക് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ പ്രൊജക്ട് റീഹാവ് പഠിച്ചല്ലോ, സദേൺ കർണാടകയിൽ ബി ബോക്സസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഹണി മിഷൻ്റെ ഭാഗമായിട്ട് ബി ബോക്സസ് സ്ഥാപിച്ചിരിക്കുന്നു അല്ലെ. അവിടെ നമ്മുടെ ഈ പറഞ്ഞ ഹ്യൂമൻ ഹാബിറ്റേഷനിലേക്കുള്ള എലഫൻസിൻ്റെ എൻട്രി തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കാര്യം, എലഫൻസിൻ്റെ എൻട്രി തടയുക, പിന്നെ ഈ പറഞ്ഞ എപ്പിക്കൾച്ചറിനെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാം ഹണി മിഷൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹണി മിഷൻ പ്രോഗ്രാം. ദെൻ ജൻ ശിക്ഷൻ സംസ്ഥാനാണ് JSS. ഇത് നേരത്തെ ഉള്ളൊരു സ്കീമാണ്. 1967 തുടങ്ങിയിട്ടുള്ളതാണ്. ചില NGOs ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ശ്രമിക് വിദ്യാപീഠ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. എന്തായിരുന്നു പേര്? ശ്രമിക് വിദ്യാപീഠ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ഈ സ്കീം റീനെയിം ചെയ്ത് JSS അഥവാ ജൻ ശിക്ഷൻ സംസ്ഥാനാക്കി മാറ്റിയത് 2000 ഇത് ആദ്യം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ളതായിരുന്നു. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതായത് പണ്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അറിയപ്പെടുന്നത് ഏത് പേരിലായിരുന്നു? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നായിരുന്നു. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ നിന്ന് 2018 മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് ജൻ ശിക്ഷൻ സംസ്ഥാനം ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. ഇതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് വൊക്കേഷണൽ സ്കിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. വൊക്കേഷണൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക. അതാർക്കൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. നോൺ ഫോർമൽ മോഡിലാണ് കൊടുക്കുന്നത്. കണ്ടോ, നോൺ ഫോർമൽ മോഡിലുള്ള ഒരു വൊക്കേഷണൽ സ്കിൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ആർക്കൊക്കെ? നോൺ ലിറ്ററേറ്റഡ് ആളുകൾക്ക്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക്. ദെൻ നിയോ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്. നിയോ ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട സമയത്ത് അവർക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം ദേ അക്വയർഡ് ദ ലിറ്ററസി, അവർ ലിറ്ററസി അല്ലെങ്കിൽ അവർ പഠിച്ചു, അങ്ങനെ വന്ന ആളുകളാണ്, പുതിയതായിട്ട് പഠിച്ചു വന്ന ആൾക്കാരാണ് നിയോ ലിറ്ററേറ്റ്. ദെൻ പേഴ്സൺ വിത്ത് റുഡിമെൻ്ററി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അപ് ടു 8th അപ്പോൾ 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ. ദെൻ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് അപ് ടു 12th സ്റ്റാൻഡേർഡ് ഇൻ ദ ഏജ് ഓഫ് 15 to 45 years, 15 വയസ്സിന് മുകളിലുള്ള. അതുപോലെ 12ാം ക്ലാസ്സിൻ്റെ ഉള്ളിൽ, അതായത് 8ാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 8നും 12നും ഇടയിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ ഇവർക്കൊക്കെയാണ് നമ്മൾ ഈ വൊക്കേഷണൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രത്യേകത നോൺ ഫോർമൽ മോഡാണ്. നോൺ ലിറ്ററേറ്റ്, നിയോ ലിറ്ററേറ്റ്, പേഴ്സൺസ് വിത്ത് റുഡിമെൻ്ററി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അപ് ടു 8th ആൻഡ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് അപ് ടു 12th സ്റ്റാൻഡേർഡ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 45 years. അപ്പോൾ ഇതാണ് ജൻ ശിക്ഷൻ സംസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ PMKVY 3.0 പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ ഇതിൻ്റെ 3rd ഫേസാണിത്. ഇത് ലോഞ്ച് ചെയ്തത്, അതായത് 3rd ഫേസ് ലോഞ്ച് ചെയ്ത് 2021 ഇതിൻ്റെ ഒരു പ്രത്യേകത ഡിമാൻഡ് ഡ്രിവൺ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ചാണ്. അതായത് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ 3rd ഫേസിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡിമാൻഡ് ഡ്രിവൺ ആയിട്ട് എന്താണോ ഇന്നത്തെ മാർക്കറ്റ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഡിജിറ്റൽ ടെക്നോളജി ഫോക്കസ് ചെയ്യുക എന്നുള്ളതുണ്ട്. ഈ 3.0 എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി കൂടുതലാണ് ട്രെയിനി സെൻട്രിക് ആൻഡ് ലേണർ സെൻട്രിക് ആണ്, അല്ലെ? ലേണർ സെൻട്രിക്, അതായത് ലേൺ ചെയ്യുന്ന ആളാരാണോ അവരെ നോക്കാം, അല്ലെങ്കിൽ ട്രെയിനി ആരാണോ അല്ലെങ്കിൽ ലേണർ ആരാണോ അവരെ സെൻറ്റർ ചെയ്തിട്ടുള്ള അവരെ കൂടുതൽ അവരുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാന്ന് നോക്കാം. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് അണ്ടർ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് അല്ലെ, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് അതിൻ്റെ അണ്ടറിൽ ചെയ്യുന്നത്. ഇവരുടെ ഒരു ബേസിക് പ്രിമീസ് ഫോർ ദ സ്കീം ഈസ് ടു ക്രിയേറ്റ് സ്കിൽഡ് ആൻഡ് സർട്ടിഫൈഡ് വർക്ക് ഫോഴ്സ്. നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിന് ഉണ്ടാക്കുന്നുള്ളതാണ് PMKVYയുടെ പ്രത്യേകത. സ്കിൽഡ് ആൻഡ് സർട്ടിഫൈഡ് വർക്ക് ഫോഴ്സിനെ കൊണ്ടുവരാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സ്കീം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ജൻ ശിക്ഷൻ സംസ്ഥാൻ എന്ന് പറഞ്ഞ ഈ സ്കീം, സംസ്ഥാൻ എന്ന് പറഞ്ഞ സ്കീം, ഈ സ്കീമിനകത്ത് നമുക്ക് നോൺ ഫോർമൽ മോഡ് ഓഫ് ഇതാണ് വരുന്നത്. നോൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിന് കമ്പണൻസ് ഉണ്ട്, 3 കമ്പണൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഷോർട്ട് ടേം ട്രെയിനിങ് ഉണ്ട്, റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ്, ദെൻ സ്പെഷ്യൽ പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഷോർട്ട് ടേം ട്രെയിനിങ് കൊടുക്കുന്ന ആർക്കാന്ന് നോക്കാം. സ്കൂൾ കോളേജ് ഡ്രോപ്പ് ഔട്ട് ഓർ അൺഎംപ്ലോയ്ഡ് ആൻഡ് ട്രെയിനിങ് ഈസ് ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു ദ നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് ടേം ട്രെയിനിങ് കൊടുക്കുന്നത് സ്കൂൾ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്കാണ്, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്. പിന്നെ റെക്കഗ്നിഷൻ ടു പ്രയോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ
നേരത്തെ തന്നെ ഈ സ്കിൽസൊക്കെ ഉള്ള ആളുകളുണ്ട്, പക്ഷെ അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ നേരത്തെ ഓൾറെഡി സ്കില്ലുള്ള ആളുകൾക്ക് അവർക്ക് സർട്ടിഫൈഡ് ആക്കിയിട്ട് കൊടുക്കുന്ന, അവർക്ക് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് ഈ പറഞ്ഞ പ്രയോർ ലേണിംഗ് പദ്ധതി. അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കുക നേരത്തെ ലേണിംഗ് നടത്തിയിട്ടുള്ള ആളുകൾക്ക്. ദെൻ സ്പെഷ്യൽ പ്രോജക്റ്റ് ഉണ്ട്. സ്പെഷ്യൽ പ്രോജക്റ്റിൽ വരുന്ന വെച്ചാൽ ഈ ഷോർട്ട് ടൈം ട്രെയിനിങ് പറഞ്ഞില്ലേ, അതിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ ഉണ്ടാവും. ഈ സ്പെഷ്യൽ പ്രോജക്റ്റ് കുറച്ച് അതിൻ്റെ കണ്ടീഷൻസിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ട് വരുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഈ സ്പെഷ്യൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ജോഗ്രഫി അനുസരിച്ച് അല്ലെങ്കിൽ ഡെമോഗ്രഫി അനുസരിച്ച് സോഷ്യൽ ഗ്രൂപ്പുകളുടെ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് കുറച്ച് മാറ്റങ്ങളോട് കൂടിയിട്ട് നമ്മൾ ഈ ഷോർട്ട് ടൈം ട്രെയിനിങ് നടപ്പിലാക്കും. അതാണ് സ്പെഷ്യൽ പ്രൊജക്റ്റ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ പോകുമ്പോൾ പോലെ ആയിരിക്കില്ല സൗത്ത് ഇന്ത്യയിൽ. നമ്മുടെ ജോഗ്രഫിയും ഡെമോഗ്രഫി അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവലും കൾച്ചറും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ പദ്ധതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടാവും. അപ്പോൾ ഓരോ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഓരോ സോഷ്യൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആ രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ സ്പെഷ്യൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് സ്പേഡ്സ് ഇനീഷ്യേറ്റീവ് നോക്കാം. സ്പേഡ്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കേഴ്സ് അറൈവൽ ഡാറ്റാബേസ് ഫോർ എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട്. സ്കിൽഡ് വർക്കേഴ്സ് അറൈവൽ ഡാറ്റാബേസ് ഫോർ എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട്. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇത് എന്താണ് നമുക്ക് നോക്കാം. ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ ഡാറ്റാബേസ് ഓഫ് ക്വാളിഫൈഡ് സിറ്റിസൺസ് ബേസ്ഡ് ഓൺ ദെയർ സ്കിൽ സെറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് ടു ടാപ്പ് ഇൻ ടു ആൻഡ് ഫുൾഫിൽ ദ ഡിമാൻഡ് ഓഫ് ഇന്ത്യൻ ആൻഡ് ഫോറിൻ കമ്പനീസ്. അപ്പോൾ ഈ ഇനിഷ്യേറ്റീവിൻ്റെ പ്രത്യേകതയുണ്ട്. ക്വാളിഫൈഡ് സിറ്റിസൺസിൻ്റെ ഡാറ്റാബേസ് തയ്യാറാക്കാണ്. ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ആളുകൾ നമ്മൾ ഡിമാൻഡ് ചെയ്ത് ഇന്ത്യൻ ആൻഡ് ഫോറിൻ കമ്പനീസിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ആൻഡ് ഫോറിൻ കമ്പനീസിന് വേണ്ടിയിട്ട് ഉള്ള ഡാറ്റാബേസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. ദ കളക്ടഡ് ഇൻഫോർമേഷൻ വിൽ ബി ഷെയർഡ് വിത്ത് ദ കമ്പനീസ് ഫോർ സ്യൂട്ടബിൾ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ കൺട്രി. ഈ ഡാറ്റാബേസ് ഷെയർ ചെയ്യും. ഇതൊരു ജോയിൻറ്റ് ഇനീഷ്യേറ്റീവാണ്. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആൻഡ് ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മിനിസ്ട്രി വന്നിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പോൾ ഈ 3 മിനിസ്ട്രി ഒന്നിച്ചു വന്നിട്ടുള്ളതാണ് ഈ ഒരു ഡാറ്റാബേസ് തയ്യാറാക്കുന്ന ഇതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ. പിന്നെ MSDE അല്ലേ, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് അല്ലേ. അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അവരാണ് ഈ പ്രൊജക്റ്റിനെ ഇംപ്ലിമെൻറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഓൺടർപ്രണർഷിപ്പ്. ഇതാണ് നമ്മുടെ സ്പേഡ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 10 സ്കീംസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ദെൻ ഞങ്ങളുടെ ചാനലിലൂടെ വരുന്ന പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.